എറണാകുളം കുറുപ്പുംപടിയിൽ 10ഉം 12ഉം വയസ്സുള്ള സഹോദരികൾ പീഡനത്തിനിരയായി. വാളയാറിലെ കേസ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. കുട്ടികൾ സഹപാഠികൾക്കെഴുതിയ കത്തിലൂടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. 2 വർഷത്തോളം കുട്ടികളെ പീഡിപ്പിച്ച അമ്മയുടെ ആൺസുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പീഡന വിവരം അമ്മ മറച്ചുവെച്ചു എന്ന് സംശയിക്കുന്നുണ്ട് പോലീസ്. ശരൺ SS ചേരുന്നു ഞെട്ടിക്കുന്ന വാർത്തയുമായി. ശരൺ, വാളയാർ പീഡനവുമായി ബന്ധപ്പെട്ട വാർത്ത കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുലച്ചതാണ്. ഇപ്പോൾ ഈ കുറുപ്പംപടിയിൽ നിന്ന് വരുന്ന വാർത്തയും നമ്മളെ വല്ലാതെ ഉലയ്ക്കുകയാണ്. 10 വയസ്സും 12 വയസ്സുമാണ് ഈ കുട്ടികളുടെ പ്രായം. പീഡിപ്പിച്ചത് അമ്മയുടെ ആൺസുഹൃത്താണ്. അമ്മ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കുട്ടികൾ ഗത്യന്തരമില്ലാതെ കത്തെഴുതിയാണ് ഈ പുറം ലോകത്തെ അറിയിച്ചത്. ആ കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ശരൺ? ഡോക്ടർ അരുൺകുമാർ, വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് കുറുപ്പംപടി പോലീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതായത് കുറുപ്പംപടിയിലെ 10ഉം 12ഉം വയസ്സ് മാത്രം പ്രായമുള്ള 2 സഹോദരിമാരാണ് 2 വർഷത്തോളം പീഡനത്തിന് ഇരയായിരിക്കുന്നത്. ഈ 2 കുട്ടികളുടെയും അച്ഛൻ അത് 2 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതാണ്. അതിനുശേഷം അമ്മ ഒരു ആൺസുഹൃത്തുമായി, അതായത് ഒരു അയ്യമ്പുഴ സ്വദേശിയുമായിട്ട് ബന്ധത്തിലാകുന്നു. അങ്ങനെ ഈ ആൺസുഹൃത്ത് നിരന്തരം വീട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആഴ്ചയിലൊക്കെ തന്നെ ഓരോ ആഴ്ചയും വീട്ടിലേക്ക് വന്നിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴൊക്കെ തന്നെ ഈ 2 കുട്ടികളെയും പീഡനത്തിന് ഇരയാക്കുകയാണ് ചെയ്തിരുന്നത്. കുട്ടികൾ ഒരു മാനസിക പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ കൊണ്ട് ഈ കാര്യങ്ങളൊന്നും തന്നെ പുറത്ത് പറഞ്ഞിരുന്നില്ല. പിന്നീട് ഈ കുട്ടികളെ കൊണ്ട് തന്നെ മറ്റ് കുട്ടികളെ ഇവിടേക്ക് എത്തിക്കാനായിട്ട് ഇയാൾ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ കുട്ടികളെ പീഡനത്തിന് ഇരയാക്കിയതിന് പുറമെ തന്നെ സഹപാഠികളെ തനിക്ക് കാണണമെന്നുള്ളൊരു ആഗ്രഹം കൂടി ഇയാൾ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഈ കുട്ടികളെ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയോടുകൂടി കുട്ടികൾ ഒരു കത്തെഴുതുന്നു സഹപാഠികൾക്ക്. നിങ്ങളെ ഇയാൾക്ക് കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതുന്നു. ആ കത്ത് ചില സഹപാഠികളുടെ ശ്രദ്ധയിൽപ്പെടുകയും ആ സഹപാഠികളാണ് ഇത് ടീച്ചർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷം തുടർന്ന് സ്കൂൾ അധികൃതർ ഈ വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കുറുപ്പംപടി പോലീസിന് വിവരം ലഭിച്ചതിന് പിന്നാലെ കുറുപ്പംപടി പോലീസ് വേഗത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ആൺ സുഹൃത്തായ അയ്യമ്പുഴ സ്വദേശിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇയാളുടെ അറസ്റ്റ് വൈകാതെ തന്നെ രേഖപ്പെടുത്തും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടികളുടെ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നുള്ള സംശയത്തിൽ കൂടിയാണ് പോലീസ് ഉള്ളത്. അതായത് 2 വർഷത്തോളം ഇത്തരത്തിൽ കുട്ടികൾ പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നു. അത് അമ്മ മറച്ചു വെച്ചു എന്നുള്ള സംശയം കൂടിയാണ് പോലീസിനുള്ളത്. സ്വാഭാവികമായിട്ടും അമ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു കണ്ടെത്തലിലേക്ക് എത്തിച്ചേർന്നാൽ സ്വാഭാവികമായിട്ടും അമ്മയെ പ്രതി ചേർക്കാനുള്ള നടപടികളിലേക്ക് കുറുപ്പംപടി പോലീസ് കടക്കും. അത് വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിലായിരുന്നിരിക്കണമല്ലേ കുട്ടികൾ ശരൺ? വല്ലാത്ത നിസ്സഹായാവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോരുന്നതെന്ന് തന്നെ പറയേണ്ടി വരും അരുൺകുമാർ. അതായത് കഴിഞ്ഞ 2 വർഷമായിട്ട് അവർ ഇത്തരത്തിൽ പീഡനം നേരിട്ടിരുന്നു എന്നുള്ളതാണ്. ഇയാൾ ആഴ്ചയിൽ ആ വീട്ടിലേക്ക് വരികയും ഈ കുട്ടികളെ വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പീഡിപ്പിക്കുന്നു. അങ്ങനെ അതിനുശേഷം അവർക്ക് ഒരു നിസ്സഹായാവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു. ഇത് ആരെടുത്ത് പറയണമെന്ന്, എങ്ങനെ അവതരിപ്പിക്കണമെന്ന് അറിയില്ല. പ്രത്യേകിച്ച് അമ്മയ്ക്ക് തന്നെ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്ന സംശയത്തിൽ പോലീസ് ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ഈ കുട്ടികൾ എഴുതിയ കത്തിലൂടെയാണ് സഹപാഠികൾ ഇത് അറിയുന്നത്. സഹപാഠികൾ ടീച്ചറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതിനുശേഷം സ്കൂൾ അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും ആ കുട്ടികളുടെ മാനസികാവസ്ഥ, അത് തന്നെയാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായും കാണേണ്ടത്. 2 വർഷത്തോളം അവർ പീഡനത്തിന് ഇരയായി എന്നുള്ളതാണ്. എന്തായാലും മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ പോലീസ് കടന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നുള്ളതാണ്. ആ ഒരു സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമ്മയെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കും വൈകാതെ കുറുപ്പംപടി പോലീസ് കടക്കും. ഓക്കെ, വല്ലാതെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ് ശരൺ SS ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വാളയാറിൽ 2 കുട്ടികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട വിവരം പ്രേക്ഷകർ അറിഞ്ഞല്ലോ. ആ കുട്ടികൾ പിന്നീട് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു വാർത്ത. CBIയുടെ അന്വേഷണം വന്നപ്പോഴാണ് ഈ അമ്മയ്ക്കും അതിൽ പങ്കുണ്ട് എന്ന മട്ടിൽ ചാർജ് ഷീറ്റിൽ ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെയും ഇപ്പോൾ സമാനമായൊരു സാഹചര്യം കുറുപ്പംപടിയിലാണ്. അമ്മയുടെ അറിവോടുകൂടിയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമ്മ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. അമ്മയുടെ ആണ് സുഹൃത്തിൽ ഈ കുഞ്ഞിന് 10 വയസ്സാണ് പ്രായമെന്ന് ആലോചിച്ച് നോക്കൂ. മൂത്ത കുട്ടിക്ക് 12 വയസ്സാണ് പ്രായം എന്നുള്ളതാണ്. ഇവരെയൊക്കെ എന്താ ചെയ്യുക? SS ശരണാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏത് പ്രണയവും ഒരു പരിധി കഴിഞ്ഞ് കടന്നു പോകുന്നുള്ളത് സ്വയം ഒരു നിയന്ത്രണം ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെയൊക്കെ എന്താ സംഭവിച്ചത്? അച്ഛൻ ഉപേക്ഷിച്ച് പോകുന്നു, അമ്മ മറ്റൊരു ബന്ധത്തിൽ പോകുന്നു. ആ ബന്ധത്തെ മുതലെടുത്തുകൊണ്ടാണ് അയാൾ പീഡിപ്പിക്കുന്നത്. എന്നിട്ട് ഈ കൂട്ടുകാരികളോട്, ഈ കുഞ്ഞു മക്കളോട് പറയുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരികളെ എനിക്ക് കാണണമെന്ന് അയാൾ പറയുകയാണ് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള എത്രയോ പ്രാപ്പിടിയന്മാർ നമ്മുടെ സമൂഹത്തിൽ ചുറ്റുമുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും
രക്ഷിതാക്കളും ഓർമ്മയിൽ ഉണ്ടാവണം. നിങ്ങൾ അമിതമായി ആരെയും വിശ്വസിക്കരുത്. അത് എത്ര സ്നേഹം തരുന്ന കാമുകനാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ സുരക്ഷിതത്വം നിങ്ങൾ നോക്കണം. എല്ലാ അമ്മമാരോടുമായി നമ്മൾ പറയുന്നു.